കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർ, വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് എത്രയും പേർക്ക് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകം ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം എല്ലാവരും പലതരം തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ഇതിലെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുക്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് പോലിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ പമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ അനീതിയുടെ രോഗമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി നരകാഗ്നിയാൽ ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും വെറുക്കാവുന്നതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷ ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. ഉണ്ടാകട്ടെ. നാം 1-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ചത് അവിടുത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് പരിശോധന, പ്രലോഭനം. പരിശോധന നമ്മെ ശക്തീകരിക്കുന്നതാണ്, നമ്മുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായം ചെയ്യുന്നതാണ് പരിശോധന എന്ന് പറയുന്നത്. നമ്മെ തികഞ്ഞവരാക്കുവാൻ വേണ്ടിയാണ് ദൈവം പരിശോധന അയക്കുന്നതെന്നാണ് നാം പഠിച്ചത്. അപ്പോൾ തന്നെ ആ അധ്യായത്തിൽ നമുക്ക് പ്രലോഭനങ്ങളുണ്ട്, അതിനെ നാം അതിജീവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ചിന്തിക്കുവാൻ കഴിയും. 2-ാം അധ്യായത്തിൽ നാം പഠിച്ച വിഷയം സഭാന്തരീക്ഷത്തിൽ കടന്നു വരുമ്പോൾ വിശ്വാസികൾ മറ്റുള്ളവരോട് മുഖപക്ഷം കാണിക്കുവാൻ പാടില്ല എന്ന് യാക്കോബോടെ പറയുക. ഈ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നാവിൻ്റെ ഉപയോഗം തെറ്റിയാണ്. വളരെ വേഗത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ യാക്കോബ് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും നാവുകളുണ്ട്. കരയിലുള്ളതിനും കടയിലുള്ളതിനും ആകാശത്തിൽ പറക്കുന്നതിനും എല്ലാത്തിനും നാവുകളുണ്ട്. എന്നാൽ മനുഷ്യന് മാത്രമാണ് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത്. മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതൊരു പ്രത്യേകതയാണ്. എന്നാൽ മനുഷ്യൻ നൽകിയിരിക്കുന്ന ഈ നാവ് എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചായിരിക്കുന്ന ഒരു അവയവമാണ്. ലോകത്തിലെയും കുടുംബത്തിലെയും സഭയിലെയും സമൂഹത്തിലെയും ജോലി സ്ഥലത്തെയും എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം നാവാണ്. ഏറ്റവും ചെറിയ ഒരു അവയവമാണെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത്. ഇപ്രകാരം ഒരു മനുഷ്യൻ പറയുകയുണ്ടായി, നിന്റെ നാവിനെ നീ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് നനഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് അത് ഉള്ളത്. ഏത് സമയത്തും തെന്നി മാറുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം അതിനെ സൂക്ഷിക്കണം എന്ന് ഒരു മനുഷ്യൻ പറയുകയുണ്ടായി. നമുക്കിനി ഓരോ വാക്യങ്ങൾ
പ്രതിവാക്യമായി വായിച്ച് നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കാം. അധികം വിസ്തീർണം ഇല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന വിഷയമാണ്. നാം പഠിച്ചു വരുന്നത് കൊണ്ട് നമുക്ക് ഭാഗങ്ങളിലിട്ട് ഓരോ പ്രതിവാക്യമായിട്ട് നമുക്ക് നോക്കാം. 1-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ യാക്കോബ് പറയാണ് സഹോദരന്മാരെ എന്നാരംഭിക്കുക. അപ്പോൾ അവിടെ നാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കൂട്ടു സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ സ്വഭാവവിശ്വാസികളെയാണ് യാക്കോബ് എഴുതി ഓർപ്പിക്കുന്നത്. യാക്കോബ് പറയാണ് അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കൾ ആകരുത്. ഉപദേഷ്ടാക്കൾ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ്, ബൈബിൾ ടീച്ചേഴ്സ്, ഞാൻ ഉൾപ്പെടെ ഉള്ളായിരിക്കുന്ന ദൂതായത്. അധിക ശിക്ഷാവിധി നിങ്ങൾക്ക് വരും എന്നറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് എന്ന് ആദ്യം യാക്കോബ് പറയാം. പ്രധാന ഈ അധ്യായത്തിലെ വിഷയം നാവെന്നുള്ളതാണ്. പക്ഷെ 1-ാം വാക്യത്തിൽ ഒരു ഗ്രൂപ്പിനോട് മാത്രം പറയാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ പറയാണ് ഒരാൾ തിടുക്കത്തിൽ ഉപദേഷ്ടാവ് ആകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ ദാനത്തെ തടസ്സപ്പെടുത്തുകയാണോ യാക്കോബ് ചെയ്യുന്നത്? നിങ്ങൾ ആരും വനം പഠിപ്പിക്കരുത് എന്നുള്ള അർത്ഥമാണോ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? അങ്ങനെയല്ല. സഭയ്ക്ക് നൽകിയിരിക്കുന്നതാണ്. ഇടയന്മാർ, അതുപോലെ ഉപദേഷ്ടാക്കന്മാർ, പാസ്റ്റർമാർ, ബിഷപ്പുമാർ, അധ്യക്ഷന്മാർ, ഇങ്ങനെയുള്ള വലുതായിരിക്കും പദങ്ങളുണ്ട്. ഇതെല്ലാം സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഗിഫ്റ്റുകളാണ്. അധിക ശിക്ഷാവധി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും വേഗത്തിൽ ഉപദേഷ്ടാക്കന്മാരാകരുത് എന്നതിന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ വചനം പഠിപ്പിക്കരുത് എന്നല്ല, മറിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവവചനത്തിലെ ആഴമേറിയ മർമ്മങ്ങൾ പഠിപ്പിക്കുന്നവരാണ് അധ്യാപകർ എന്ന് പറയുന്നത്, ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് അറിയാത്ത വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അവരെ അറിയിക്കുന്ന, അവരെ പഠിപ്പിക്കുന്നവരാണ് ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് അത്രയും ആഴമായി ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ വായിൽ നിന്ന് വിചാരിക്കുന്ന തിരുവചനങ്ങൾ അനേക വിശ്വാസികൾക്ക് അനുഗ്രഹത്തിനും വചന പഠനത്തിനും അറിവ് വർദ്ധിക്കുന്നതിനും തീരുമ്പോൾ അനുഗ്രഹമായി തീരുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് യാക്കോബ് പറയുക. അപ്പോൾ ഇവരെ ചെയ്യുന്നത്, ഉപദേഷ്ടാക്കന്മാർ ചെയ്യുന്നത് തിരുവെഴുത്തിലെ ആത്മീയ മർമ്മങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ കടമ എന്ന് പറയുന്നത്. ഒരു അധ്യാപകനെ സംബന്ധിച്ചോളം എത്രമാത്രം ആഴത്തിപ്പോയി ആ ആത്മീയ സത്യങ്ങളെ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും ആഴത്തിൽ പോകുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് എത്രമാത്രം ദൈവവചനം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു അത്രമാത്രം ഉത്തരവാദിത്വമുള്ളവരുമാണ് നിങ്ങളെന്ന് യാക്കോബ് ഓർപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഉപദേഷ്ടാക്കന്മാർ വചനത്തിൽ നിന്ന് പഠിപ്പിച്ചായിരിക്കുന്ന വിഷയങ്ങൾ അതുപോലെ അനുസരിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. പ്രായോഗിക ജീവിതത്തിൽ അത് കൊണ്ടുവരുവാനായിട്ട് അത് കടപ്പെട്ടവരാണ്. കേവലം പറഞ്ഞു വിടുകയല്ല, അവരതനുസരിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഉപദേഷ്ടാക്കന്മാർ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അവരോട് യാക്കോബ് പറയുകയാണ്, നിങ്ങളുടെ നാവിനെ എപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം. ആത്മീയ മർമ്മങ്ങളെ പറയുമ്പോൾ തന്നെ വേറൊരു തലത്തിലും മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ താഴ്ത്തിക്കളയുന്ന ഒരു വാക്ക് പോലും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ പാടില്ല എന്നാണ് ഇവിടെ 1-ാം വാക്യത്തിൽ നിന്നും യാക്കോബ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉപദേഷ്ടാവിനെ സംബന്ധിച്ചോളം അവൻ എത്രമാത്രം വളർന്നിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് അവൻ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളോട് അടുത്ത് വരുമ്പോൾ ദൈവവചനം അറിയുവാനും പഠിക്കുവാനും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ഉപദേഷ്ടാവിൻ്റെ വചനത്തിലായിരിക്കുന്ന നിശ്ചയം, പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ ശൈലി എത്രമാത്രം അവർക്ക് പറ്റുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർ നമ്മുടെ അടുത്തോട്ട് കടന്നു വരിക. അപ്പോൾ അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ശിക്ഷാവിധിക്ക് യോഗ്യരായിത്തീരും. എങ്ങനെയാണ്? അവരുടെ നാവുകളെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ശിക്ഷാവിധിക്ക് യോഗ്യരായിത്തീരുമെന്ന് ശക്തമായ ഭാഷയിലാണ് യാക്കോബ് പറയുക. കാരണം ദൈവവചന സത്യങ്ങൾ അവർക്ക് ധാരാളം അറിയാവുന്നവരാണ്. അറിയാവുന്നവർക്കാണ് കൂടുതൽ ശിക്ഷാവിധി ഉണ്ടാകുന്നത്.
കാരണം അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവർ ദൈവവചന സത്യങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. ആദ്യമായിട്ട് യാക്കോബ് ആ കൂട്ടരോട് ഉപദേഷ്ടമായി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ നാവുകളെ വളരെയധികം ഗൗരവത്തോടെ ഉപയോഗിക്കണം. ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന, ബന്ധങ്ങൾ അറ്റുപോകുന്ന ഒരു വാക്ക് പോലും നിങ്ങളുടെ നാവിൽ നിന്ന് വരുവാൻ പാടില്ല എന്ന് ശക്തമായ ഭാഷയെ മുന്നറിയിപ്പ് കൊടുത്തിട്ട് രണ്ടാം വാക്യത്തിൽ പ്രവേശിക്കുകയാണ്. നാം എല്ലാവരും തെറ്റിപ്പോകുന്നു. നാം എല്ലാവരും തെറ്റിപ്പോകുന്നു. ആദ്യത്തെ കൂട്ടർ ആരാണ്? ഉപദേഷ്ടന്മാർ. എന്നിട്ട് പറയാണ് നാം എല്ലാവരും. അതിൻ്റെ അർത്ഥം ഉപദേഷ്ടന്മാരുൾപ്പെടെ നാം എല്ലാവരും, ബാക്കി എല്ലാവരും തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് പലതിലും തെറ്റിപ്പോകുന്നു. ഒരു വാക്ക് തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു എന്ന് യാക്കോബ് പറയുക. ഇവിടെ പറയാണ് നാം എല്ലാവരും തെറ്റിപ്പോകും. ഒന്നാം വാക്യത്തിൽ ഉപദേഷ്ടന്മാർ വളരെ ഗൗരവമുള്ളവരായിരിക്കണം എന്ന് ഓർപ്പിച്ചിട്ട് ബാക്കിയുള്ള വിശ്വാസികൾ പറയുകയാണ് നാം എല്ലാവരും തെറ്റിപ്പോകുന്നവരാണ്. ഇപ്പോൾ സഭയോട് മൊത്തത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പൊതുവായുള്ള സംസാര രീതിയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. നാം ഒരു ദിവസം ധാരാളം ആൾക്കാരുമായിട്ട് സഹകരിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ത്രീ തനിക്ക് സംസാരിക്കുവാൻ വേണ്ടി വേറൊരു വ്യക്തി ഒരു ദിവസം സ്വാതന്ത്ര്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു ദിവസം 33,000 വാക്കുകൾ പറയാൻ കഴിവുണ്ട്. 33,000 വാക്കുകൾ. ഒരു പുരുഷന് 12,000 വാക്കുകളേ ഉള്ളൂ. ഈ 12,000 വാക്കുകളിട്ടാൽ നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ സൗകര്യമാരെ 33,000 വൊക്കാബുലറി അവർക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ചില ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ചോദിച്ചാൽ മതി, എന്തുകൊണ്ട് വിശേഷം ചോദിച്ചാൽ മതി, ഇങ്ങനെ അങ്ങ് ആരംഭിക്കുക. പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. കാരണം വാക്കുകൾക്ക് കുറവില്ല. ചിലർക്ക് പ്രത്യേകതയാണ്, സംസാരിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് സമയമൊക്കെ നമുക്ക് കേട്ടിരിക്കാം, പിന്നെ നമുക്ക് ആപ്പാട് റെസ്റ്റ്ലെസ് ആകും. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നാം ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അവർ റെസ്റ്റ്ലെസ് ആകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അവിടെ മുഖത്ത് നോക്കുമ്പോൾ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇങ്ങോട്ട് നോക്കും, വാച്ച നോക്കും, ഇങ്ങനെ ഓരോ റെസ്റ്റ്ലെസ്. അതിൻ്റെ അർത്ഥം എനിക്ക് നിന്റെ സംസാരമൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം നിർത്തിയേക്കണം. പ്രിയപ്പെട്ടവരെ, അധിക സമയമൊന്നും ആരെയും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പ്രസംഗശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഒരാൾക്ക് പ്രസംഗനെ ശ്രദ്ധിക്കാൻ പറ്റുന്നത് 20 മിനിറ്റാണ്. അറ്റ് എ സ്ട്രെച്ച് 20 മിനിറ്റ് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. ആ 20 മിനിറ്റിനകത്ത് നിന്നുകൊണ്ട് പറയാനുള്ള എല്ലാം പറഞ്ഞോണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം പറഞ്ഞോണം. ബാക്കി പിന്നെ സമയം അവർ ശ്രദ്ധിക്കത്തില്ല, അവരിങ്ങനെ വാണ്ടറിങ്. അപ്പോൾ ആ 20 മിനിറ്റ് എന്ന് പറയുന്നതാണ് ഒരാൾക്ക് വേറൊരാളിനെ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം. ആ 20 മിനിറ്റിനകത്ത് പറയാവുന്ന എല്ലാം പറഞ്ഞോണം. പണ്ടൊക്കെ നമ്മുടെ സഭായോഗങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ സമയം ഉണ്ടായിരുന്നു. അത് കുറച്ച് ഇപ്പം അരമണിക്കൂർ വന്നിരിക്കുക. എന്നിട്ടും ചിലക്ക് റെസ്റ്റ്ലെസ്സാണ്, ഇങ്ങനെ വാച്ച നോക്കുന്നത് കാണാം. കാരണം നിർത്തുന്നതാണ് അവർ ചിന്തിക്കുക. റെസ്റ്റ്ലെസ്സായി അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഇവിടെ യാക്കോബ് പറയുന്നത് വളരെ ഗൗരവമായിരിക്കുന്ന വിഷയമാണ് പറയുന്നത്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാം എല്ലാവരും തെറ്റിപ്പോകുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പദമാണ് ട്രിപ്പ് എന്ന്. അതായത് ഇടിമിന്നലുണ്ടാകുമ്പോൾ മെയിൻ സ്വിച്ച് ട്രിപ്പായി പോകുന്നല്ലോ, അവിടെ ട്രിപ്പ് ആകുന്നില്ല. ആ ഒരു പദമാണ്, ട്രിപ്പായി പോകുന്നു. പെട്ടെന്ന് ട്രിപ്പായി മാറും. അങ്ങനെ നാം എല്ലാവരും തെറ്റിപ്പോകുന്നു. എവിടെയാണ് തെറ്റിപ്പോകുന്നത്? നമ്മുടെ സംസാരത്തിൽ നാം തെറ്റിപ്പോകും. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? നമ്മുടെ നാവ് തന്നെ നമുക്ക് തിരിച്ചെന്ത് ചെയ്യുന്നു? ദോഷം ചെയ്യുന്നുണ്ട്. നാം എല്ലാവരും പല രീതികളിലാണ് തെറ്റിപ്പോകുന്നത്. തെറ്റിപ്പോവാത്ത ആരും തന്നെ ഈ ലോകത്തിലില്ല. എല്ലാ മനുഷ്യരും
പല നിലകളിൽ തെറ്റിപ്പോകുന്ന ഒരാൾ. ഏതെങ്കിലും വിഷയങ്ങളിൽ നാം തെറ്റിപ്പോകാറുണ്ട്. തെറ്റുകൾ ചെയ്യാത്ത വിശുദ്ധന്മാരെ ലോകത്തിലില്ല. എന്നാൽ തെറ്റിൽ തുടർമാനമായി ജീവിക്കുന്ന വിശുദ്ധനും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അവൻ തെറ്റിനെ തിരിച്ചറിയും, തിരുത്തി മടങ്ങി വരും. ഒരിക്കലും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ല. ഇവിടെ പറയുമ്പോൾ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ നാവിനെ കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു, മെരുക്കിയെടുത്ത് ഒരുക്കിയെടുത്ത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് ശക്തമായിട്ടുള്ളൊരു ഭാഷയാണ് പറയുന്നത്. ലോകത്തിലെ പ്രസിദ്ധനായ ഒരു സാഹസികൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടെ റോപ്പ് കെട്ടിയിട്ട് അതിൽ കൂടെ നടന്ന് സാഹസ്യത കാണിച്ച മനുഷ്യൻ അവസാനം ഒരു ഓറഞ്ച് തുണിയിൽ തട്ടി മറിഞ്ഞു വീണ് ചത്തു എന്നാണ് കേട്ടത്. അപ്പോൾ വലിയ സാഹസ്യത കാണിച്ച മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അശ്രദ്ധ വന്നപ്പോൾ അവൻ നിസ്സാരമായ ഒരു ഓറഞ്ച് തുണിയിൽ തട്ടി മറിഞ്ഞു വീണു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും ചെറിയ ഒരവയവം ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പതനം, ആ ദുരന്തം അതിഭയങ്കരമായിരിക്കും. അപ്പോൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നതാണ് നമ്മുടെ നാവ് എന്ന് പറയുകയാണ്. നമ്മുടെ നാവുകൾ പിടിച്ചാൽ നാം തെറ്റിപ്പോകും. അത് എന്ത് ചെയ്യുന്നു? ഗുണത്തിൻ്റെ പകരം അത് ദോഷമായിട്ട് ഭവിക്കുകയാണ്. ഒരുപക്ഷെ നാം പ്രസിദ്ധരായിത്തീർന്നേക്കാം, അറിയപ്പെടുന്നവരായിത്തീർന്നേക്കാം, വലിയ പ്രസംഗരും വലിയ കഴിവുള്ളവരും വലിയ പണ്ഡിതന്മാരും ആയേക്കാം. പക്ഷേ നാം നമ്മുടെ നാവിൽ കൂടി വരുന്ന വാക്കുകൾ അത് അബദ്ധമായി പോയെങ്കിൽ, തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംഭവിക്കാവുന്ന പതനം എന്ന് പറയുന്നത് വളരെ പരാജിതമായിരിക്കും എന്നാണ് ഇവിടെ പറയുകയാണ്. ഒരുവൻ്റെ സംസാരത്തെ അല്ലെങ്കിൽ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുവെങ്കിൽ എന്ത് ചെയ്യുന്നു? അവൻ ജയിച്ചു. നാം പരാജയപ്പെടുന്നു, കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുകയില്ല. കാരണം പലപ്പോഴും നാം കോപിഷ്ഠരാകുന്നുണ്ട്. കോപം വരുമ്പോഴാണ് പലപ്പോഴും നാം സംസാരിക്കാറുള്ളത്. യോഗ്യമില്ലാത്ത പല കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ ചെറിയ അവയവത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുവെങ്കിൽ നാം ജയിച്ചു എന്നാണ് യാക്കോബ് പറയുക. അവൻ തൻ്റെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പറ്റുക? ആദ്യം നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കേണ്ട വളരെ ആവശ്യമാണ്. നിയന്ത്രിച്ച പറയാവുകയുള്ളൂ. ഒരിക്കലും ഒരു സന്യാസി ശിഷ്യൻ വളരെ നിരാശനും ദുഃഖിതനുമായിട്ട് കാണപ്പെട്ടു. അവൻ്റെ ഗുരു വന്ന് അവനെ നോക്കുമ്പോൾ വളരെ ദുഃഖിതനായിട്ടും നിരാശനായിട്ടും കാണപ്പെട്ടു. അവനോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് ഇത്രയും നിരാശനായിട്ട് കാണപ്പെടുന്നത്? എന്താണ് നിന്റെ പ്രശ്നം ചോദിച്ചപ്പോൾ ആ സന്യാസിയായിരിക്കുന്ന ശിഷ്യൻ പറഞ്ഞത്, അല്ലയോ ഗുരു, എനിക്കൊരു ദിവസം എന്തുമാത്രം ജോലികൾ ചെയ്യുവാനുണ്ടെന്ന് അങ്ങേക്കറിയാമോ? ദൈവം എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ അദ്ദേഹം ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം ചോദിച്ചപ്പോൾ ആ സന്യാസിയായിരിക്കുന്ന ഗുരു പറയാണ്, ഒരു ദിവസത്തിൽ ഒരുപാട് ജോലികൾ എനിക്ക് ചെയ്യുവാനായിട്ടുണ്ട്. ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് 2 കുതിരകളെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. കരുത്തന്മാരായിരിക്കും 2 കുതിരകൾ എനിക്കുണ്ട്, അതിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. അതിനെ ഒതുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായുള്ള പരിപാടിയാണ്. അതെനിക്ക് വലിയ വിഷമമാണ്. രണ്ടാമത് പറഞ്ഞു, 2 കഴുകന്മാരുണ്ട്, അതിനെ നിയന്ത്രിച്ച് നിർത്തേണ്ട ആവശ്യമാണ്. അതിനെ ഒതുക്കാൻ പറ്റത്തില്ല, അത് പറന്നു പോകും. അതിനെ പിടിച്ച് കെട്ടി ഒതുക്കേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമത് പറയാണ്, അത് കൂടാതെ ഒരു സിംഹമുണ്ട് വീട്ടിൽ, അതിനെ മെരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒതുങ്ങുന്ന സാധനമല്ലത്, മെരുക്കിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാലാമത് പറയാണ്, 2 പ്രാപ്പിടിയന്മാരുണ്ട്, 2 പ്രാവുകളുണ്ട്, അതിനെ നന്നായിട്ട് പരിശീലിപ്പിക്കേണ്ട ആവശ്യമാണ്. ഒത്തിരി സമയം കൊടുത്തെങ്കിൽ മാത്രമേ അതിനെ പരിശീലിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അഞ്ചാമത് പറയാണ്, എൻ്റെ വീട്ടിൽ ഒരു രോഗിയുണ്ട്, ആ രോഗിയെ ശുശ്രൂഷിക്കേണ്ട ആവശ്യമാണ്. ആ സമയത്ത് ആഹാരവും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതിനെ ആ രോഗിയെ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ്. ആറാമത് പറയാണ്, അത് മാത്രമല്ല, ഒരു രക്ഷസുണ്ട് വീട്ടിൽ, രക്തരക്ഷസ്, അതിനെ എന്ത് ചെയ്യണം? കീഴടക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഉടനെ ഗുരു ചോദിക്കുകയാണ്, ഇത്രയും ജോലി നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അസാധ്യമായിട്ടുള്ള കാര്യമാണ്, എങ്ങനെ നിനക്ക് അത് ചെയ്യാൻ പറ്റും ചോദിച്ചപ്പോൾ ആ ശിഷ്യൻ പറയുകയാണ്,
ഗുരു, കുതിര എന്ന് പറയുന്നത് എൻ്റെ 2 കാലുകളാണ്. ഇതിനെ ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. 1 മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ല, അതിനെ ഒതുക്കാനായിട്ട് പറ്റുന്നില്ല. 2 കണ്ണുകൾ എന്ന് പറയുന്നത് 2 കഴുകന്മാർ, 2 കണ്ണുകളാണ്. ഇതെങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എനിക്കറിഞ്ഞുകൂടാ. അപകടം നിറഞ്ഞായിരിക്കുന്ന 2 അനുഭവമാണിത് എന്ന് പറയുന്നത്. സിംഹം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയമാണ്. കോപവും കയ്പും പകയും പിണക്കവും ക്രോധവും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ഒതുക്കിയിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രാപിടിയന്മാർ എന്ന് പറഞ്ഞാൽ എൻ്റെ 2 കൈകളാണ്. സമയത്ത് ഭക്ഷണമൊക്കെയും സമയത്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ വലിയ ബഹളമാണ്, വലിയ പ്രശ്നം ഉണ്ടാക്കും. അതിനെ ഒതുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. രോഗി എന്ന് പറയുന്ന എൻ്റെ ശരീരം മുഴുവൻ രോഗമാണ്. അതിനെ ശുശ്രൂഷിക്കേണ്ട വളരെ ആവശ്യമാണ്. രാക്ഷസൻ എന്ന് പറയുന്നത് നാക്കാണ്. ഈ നാക്കിനെ ഒതുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട്. ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് ഈ രാക്ഷസനെ ഒതുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാവിനെ നാം നിയന്ത്രിച്ച് നിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ബാക്കിയുള്ള സ്ഥലത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാത്തിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ കൂടെ സെമിനാരിയിൽ പഠിച്ച ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. എൻ്റെ റൂംമേറ്റാണ്. ആ സഹോദരൻ വേറെ ആരുമായിട്ട് ചോദിച്ചു പോകത്തില്ല, എല്ലാവരുമായിട്ടും പ്രശ്നങ്ങളാണ്, വഴക്കാണ്. എൻ്റെ റൂമിലാണ് താമസിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കട്ടിലിരുന്നിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്, നല്ല മനോഹരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഞാനും കേട്ടിരിക്കും. അവസാനം ഞാൻ ആമീൻ പറയും. നല്ല മനോഹരമായ പ്രാർത്ഥന. അതിനകത്ത് പറയും, കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തെ ധ്യാനവും അങ്ങേ പ്രസാദമായിരിക്കണമേ. ആരെയും നോയിപ്പിക്കുന്ന ഒന്നും പറയാനിടയാക്കല്ലേ, ആർക്കും വിഷമുണ്ടാക്കുന്ന ഒന്നും പറയാനിടയാക്കല്ലേ. മനോഹരമായ പ്രാർത്ഥന. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ആരെങ്കിലും കാണും, അവരത് ചോദിക്കും, ഭയങ്കര പ്രശ്നം. അവനെക്കാട്ടി പ്രായമുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കേടാ, നീ എന്താ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി? അവൻ പറച്ച, എനിക്ക് പറ്റത്തില്ല, ആരെയും ഒന്നും പറയരുതെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ സാത്താൻ അങ്ങ് പ്രവർത്തിക്കുക. ആരാ കുഴപ്പക്കാരൻ? സാത്താനാണ്. എല്ലാവരും പഠിക്കുന്ന ആരെയാണ്? സാത്താൻ. അങ്ങനെയല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇതിനെ നിയന്ത്രിക്കേണ്ട വളരെ ആവശ്യമാണ്. അപ്പോൾ നാം സംസാരിക്കുന്ന മുമ്പായിട്ട് തന്നെ എന്താണ് പറയാൻ പോകുന്നത്, ആരോടാണ് പറയാൻ പോകുന്നത്, എങ്ങനെയാണ് പറയേണ്ടത് ഒക്കെ ഒന്ന് ഒരു നിമിഷത്തെ ആലോചിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ പറയൂ. നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറിവാക്കുവാനായിട്ട് ഒരിക്കലും പാടില്ല. യാക്കോബ് പറയുന്നത് നിങ്ങൾ അതിനെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ്, സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമാണ്. അങ്ങനെ ഒരാൾ തൻ്റെ നാവിനെ സംരക്ഷിച്ച് നിർത്തുന്നുവെങ്കിൽ, നിയന്ത്രിച്ച് നിർത്തുന്നുവെങ്കിൽ യാക്കോബ് പറയുന്നത് അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. എന്നുള്ളവനാണ് സൽഗുണപൂർത്തിയുള്ള പുരുഷൻ. അതിൻ്റെ അർത്ഥം പെർഫെക്റ്റ് മാൻ, സമ്പൂർണനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നാണ്. ആർ വി പെർഫെക്റ്റ്? നമ്മൾ സമ്പൂർണരാണ്. ഈ പെർഫെക്റ്റ് എന്നതിന് 2 അർത്ഥം നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് എല്ലാ നിലയിലും അവൻ സമ്പൂർണനാണ്, ഒരു ന്യൂനതയും അവന് പറയാനില്ല, തെറ്റുകളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ. അങ്ങനെയുള്ളവരെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഒരു ന്യൂനതയും പറയാനില്ല, ഒരു തെറ്റും പറയാനില്ല. അങ്ങനെയുള്ളവരുണ്ട് ലോകത്തിൽ. ഒരാൾ മാത്രമേ ഉള്ളൂ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രം. അവനാണ് പെർഫെക്റ്റ് മാൻ. ഇന്ന് യാക്കോബ് പറയുന്ന പെർഫെക്റ്റ് മാൻ ആരാണ്? സമ്പൂർണ്ണനാണ്. ആരാണ് അവൻ? എല്ലാ നിലയിലും പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ നിലയിലും മെച്ചുവറായിട്ടുള്ള, പക്വതയുള്ളായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു വിശ്വാസിക്ക്, ഒരു ഭക്തന്, ദൈവാത്മാവുള്ളിൽ വാസം ചെയ്യുന്നവന് മെച്ചുവറായി തീരാൻ പറ്റും, പക്വത പ്രാപിക്കാനായിട്ട് പറ്റും. കൊച്ചു കുഞ്ഞുങ്ങൾ വളരെ നോട്ടിയാണ്. അവർ വളരുന്ന അനുസരിച്ച് ഗ്രാജുവലി പ്രായമായി കഴിയുമ്പോഴേക്ക് അതെന്താകുന്നു? മെച്ചുവറായിത്തീരുന്നു. ആ ചൈൽഡീസ് എല്ലാം മാറിപ്പോവുകയാണ്, മെച്യൂരിറ്റി അവളിലേക്ക് വരിക. അതാണ് യാക്കോബ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ നാവിനെ നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിൽക്കുവാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ ആരായിത്തീരും? പെർഫെക്റ്റുമായിരിക്കും, പക്വതയുള്ള ഒരു പുരുഷനായിത്തീരും എന്ന് പറയാം. അപ്പോൾ അവിടെ ചെയ്യേണ്ടത്, ഞാൻ സൂചിപ്പിച്ച പോലെ, എന്താണ് ഞാൻ പറയേണ്ടത്, എന്ത് പറയാനായി പാടില്ല,
ആരോടാണ് ഞാൻ പറയുന്നത്? പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു നിമിഷം ചിന്തിക്കണം. ഇങ്ങനെ പറയുന്നുവെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായി തീരുമെന്നൂടെ ആലോചിച്ച് ഞാൻ പറയുക. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറയുണ്ടായി, മത്തായിയുടെ സുവിശേഷം 12:37 പറയുന്നുണ്ട്, നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിന്റെ വാക്കുകൾ നിന്നെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുകയും അപ്പോൾ തന്നെ നിന്റെ വാക്കുകൾ നിന്നെ എന്ത് ചെയ്യുന്നു? കുറ്റം വിധിക്കുകയും ചെയ്യും. ഇത് രണ്ടും നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ വളരെയധികം ശ്രദ്ധേയമായിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് തിരിച്ചെടുക്കാൻ പറ്റാത്തത്? പോയ അവസരങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല. എറിഞ്ഞ കല്ലൊരിക്കൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. പറഞ്ഞ വാക്ക് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വളരെ ശ്രദ്ധാലുക്കളായിട്ട് ഓരോ പ്രാവശ്യവും സംസാരിക്കുമ്പോൾ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് ഒഴിവായി തീരുവാൻ ഇടയായിത്തീരും. 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ വിശദീകരണം അടുത്തതായിട്ട് പറയും. 3 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പറയുകയാണ്, കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഒരു കുതിരയെ അതിനെ അധീനപ്പെടുത്തുവാനായിട്ട് നിയന്ത്രിച്ച് നിർത്തുവാൻ വേണ്ടി ചെയ്യുന്നതാണ് അതിൻ്റെ വായിൽ കടിഞ്ഞാണിട്ട് അവൻ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. ഇവിടെ 3 മുതൽ 8 വരെയുള്ള ഭാഗത്ത് പ്രകൃതിയിൽ നിന്നും 3 വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ യാക്കോബ് എടുത്ത് വിശ്വാസികൾ പറയുകയാണ്. സൂക്ഷിച്ചില്ല എങ്കിൽ നാവ് അപകടം ചെയ്യും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ട് 3 ചിത്രങ്ങൾ ഇവിടെ യാക്കോബ് ഇവിടെ കൊണ്ടുവരികയാണ്. ഒന്നാമത് കുതിരയുടെ കടിഞ്ഞാൺ. വാക്യം 3 കുതിരയുടെ കടിഞ്ഞാണിന് തുല്യമാണ്. കടിഞ്ഞാൺ എന്ന് പറയുമ്പോൾ ബിറ്റ്സ്, അതൊരു ചെറിയ സ്റ്റീൽ പീസാണ്. അത് കുതിരയുടെ വായിൽ സ്ഥാപിക്കുന്നു. അതിൻ്റെ അറ്റത്തു നിന്നും ചരട് കെട്ടി അതിൻ്റെ ചരട് ആ കുതിരയെ നിയന്ത്രിക്കുന്ന വ്യക്തിയുടെ കയ്യിലിരിക്കുകയാണ്. ഇവൻ ഏത് ദിശയിൽ കൂടിയാണ് ഈ കടിഞ്ഞാൺ പിടിക്കുന്നത്, അതേ ദിശയിൽ കൂടിയായിരിക്കും കുതിര സഞ്ചരിക്കാം. ഒരു കുതിരയ്ക്ക് പല തരത്തിലുള്ള കുതിരകളുണ്ട്. സവാരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കുതിരയുണ്ട്, ഭാരം ചുമക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുതിരയുണ്ട്, പട്ടാളത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കുതിരകളുണ്ട്, പല തരത്തിലുള്ള കുതിരകളുണ്ട്. ഇതിൻ്റെ എല്ലാ കുതിരകളുടെ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ 600 മുതൽ 800 വരെ കിലോഗ്രാം ഭാരമുണ്ട് ഈ കുതിരകൾക്ക്. ഇത്രയും ഭാരമുള്ള കുതിര, ഏറ്റവും കരുത്തുറ്റായിരിക്കുന്ന ഭാരം വഹിക്കുന്ന കുതിരയെപ്പറ്റി അറിയാൻ കഴിഞ്ഞത് ഈ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് ഈ ഹോഴ്സ് പവർ എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചത്. ഹോഴ്സ് പവർ, കുതിരശക്തി. അത് ഒരു സ്കോട്ടിഷ് എഞ്ചിനീയർ ആയിരുന്ന ജെയിംസ് വാട്ടാണ് ഈ ഹോഴ്സ് പവർ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരോട് ചേർന്നാണ് വാട്സ് എന്ന് ചേർക്കുകയായിരുന്നു. വാട്സ് അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. അതേ കുതിരശക്തിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, ഒരു കുതിര കരുത്തുറ്റ അഥവാ ഭാരം ചുമക്കുന്ന ഒരു കുതിര 33,000 പൗണ്ട് ഭാരം വെള്ളം 1000 അടി താഴ്ചയിൽ നിന്ന് പൊക്കിയെടുത്ത് അന്തരീക്ഷത്തിൽ 1 അടി പൊക്കി നിർത്തുവാനായിട്ട് കഴിയും. ഇത്രയും ഭാരം എടുക്കുവാനായിട്ട് ഈ കുതിരയ്ക്ക് കഴിയും. ഇത്രയും ശക്തിയുള്ള കരുത്തുള്ള ആ കുതിരയെ നിയന്ത്രിക്കുന്നത് ചെറിയൊരു മെറ്റൽ പീസിൻ്റെ ബാലൻസിലാണ്. അപ്പോൾ ഈ കരുത്തുറ്റ ഒരു കുതിരയെ മനുഷ്യന് കടിഞ്ഞാണുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് പറ്റണം എന്ന് പറയുക. ഇപ്പോൾ ഈ കുതിരയെ അതിനെ നിയന്ത്രിച്ചിരുത്തുന്നത് എന്താണ്? അതിൻ്റെ വായിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ചെറിയ സ്റ്റീൽ മെറ്റലാണ് അതിനെ നിയന്ത്രിച്ചു നിൽക്കുന്നത്. അത് എങ്ങോട്ടാണ് തിരിക്കുന്നത് ആ ദിശയിലേക്കായിരിക്കും അത് പോകുന്നത്. അപ്പോൾ ഈ ബിറ്റ് മനുഷ്യനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അവൻ കുതിരയുടെ പെരുമാറ്റവും കുതിരയുടെ നിയന്ത്രണവും അവന് കൈ നിൽക്കുക. ആദ്യമായിട്ട്
ഈ സ്റ്റീൽ ബിറ്റിൻ്റെ നിയന്ത്രണം അവൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കഴിയുന്ന വിഷയമാണ്, ശ്രമിച്ചാൽ നമുക്ക് കഴിയുന്നതാണ്. കാരണം ഇത്രയും കരുത്തുള്ള ഈ കുതിരയെ നിയന്ത്രിക്കുവാൻ ഒരു ചെറിയ ബിറ്റിന് സാധിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തെയും നമ്മുടെ നാവിനെയും നിയന്ത്രിക്കുവാൻ പറ്റും എന്ന് ഇവിടെ പറയും. രണ്ടാമതായിട്ട് പറയുന്നത്, വാക്യം 4 പറയുന്നത്, കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിശയിലേക്ക് തിരിക്കും. രണ്ടാമത്തെ ഉദാഹരണം ഒരു കപ്പലിനെ പറ്റി പറയാം. ഇവിടെ വിശ്വാസത്തോടായിട്ട് യാക്കോബ് പറയാണ്, നിങ്ങൾ കപ്പലിനെ നോക്കുക. കപ്പലുകൾ എന്ന് പറയുമ്പോൾ അത് ഭീമാകരമായിട്ടുള്ള ഒരു കടലിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. ശക്തമായ കാറ്റടിക്കുന്നുവെങ്കിൽ ഇത് ഏത് ദിശയിലോട്ടും തിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നമുക്കറിയാം, ഈ കപ്പലിൻ്റെ ഭീമാകാരമായിരിക്കുന്ന കപ്പലിന് ഒരു പൈലറ്റ് അതിന് ചുക്കാൻ ഉപയോഗിച്ചുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന ദിശയിലൂടെ അതിനെ കൊണ്ടുപോകും. ആ ചുക്കാൻ പറയുമ്പോൾ കപ്പലിൻ്റെ പുറഭാഗത്തായിട്ട് പ്രോപ്പലിനോട് ചേർന്ന് അതിന് മുൻഭാഗത്തായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു നീളത്തിലുള്ള ഒരു റഡാർ ആണ്. അത് പൈലറ്റ് ഏത് ദിശയിൽ കൂടെയാണ് തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും കപ്പലിൽ ഗതി പോകുന്നത്. ചെറിയ ഉപകരണമാണ്, വലിയ ഭീമാകാരമായിരിക്കുന്ന കപ്പലാണ്, ചെറിയ ഒരു ഉപകരണമാണ് അതിൻ്റെ ദിശയെ തിരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും ഭീമാകാരമായിരിക്കുന്ന ഒരു കപ്പലിനെ ഒരു ചെറിയ ഉപകരണം കൊണ്ട് ഈ മനുഷ്യനെ നിയന്ത്രിച്ചു പോകാനായിട്ട് കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നാം ട്രാവൽ ചെയ്യുന്ന വാഹനത്തിൻ്റെ സ്റ്റിയറിങ് ഏത് ദിശയിൽ തിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഹനം പോകുന്നത്. വാഹനം ഇട സൈഡിലോട്ടോ വല സൈഡിലോട്ടോ തന്നെ മാറുന്നുവെങ്കിൽ വാഹനത്തിൻ്റെ കുഴപ്പമാണോ? അത് സ്റ്റിയറിങ്ങിൻ്റെ കുഴപ്പമാണോ? പിന്നെ എവിടെയാണ് പ്രശ്നം? വാഹനം തന്നെ മാറുന്നു അല്ലെങ്കിൽ വേറെ ദിശയിലോട്ട് പോകുമ്പോൾ ആരുടെ കുഴപ്പമാണ്? വാഹനം ഓടിക്കുന്ന ആളിൻ്റെ കുഴപ്പമാണ്. സ്റ്റിയറിങ്ങിൻ്റെ കംപ്ലൈൻ്റ് അല്ല, വാഹനത്തിൻ്റെയും കംപ്ലൈൻ്റ് അല്ല, മറിച്ച് അത് ഓടിക്കുന്ന വ്യക്തി ശ്രദ്ധിച്ച് ഓടിക്കാത്ത ഫലമായിട്ടാണ് അത് തന്നെ മറുപടി ആയത്. അപ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ പരാജയപ്പെടുന്നു? എവിടെയാണ് പാളിപ്പോകുന്നത്? എവിടെയാണ് പരാജയപ്പെട്ടു പോകുന്നത്? എവിടെയാണ് ബന്ധങ്ങൾ അറ്റുപോകുന്നത്? എവിടെയാണ് തകർച്ച സംഭവിക്കുന്നത്? ഏത് ദിശയിലോട്ടാണ് നിന്റെ ശ്രദ്ധ പോകുന്നത്? ഏത് ദിശയിൽ കൂടെയാണ് നിന്റെ നാവിനെ തിരിച്ചുവിടുന്നത്? അതനുസരിച്ചാണ് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത എന്ന് യാക്കോബ് പറയുകയാണ്. ഇവിടെ പറയാണ്, ഈ രണ്ട് ഉദാഹരണത്തിൽ നിന്നും, ഒരു കുതിരയുടെയും ഒരു കപ്പലിൻ്റെ ഉദാഹരണത്തിൽ നിന്ന് യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നത്, കുതിരയ്ക്ക് കടിഞ്ഞാണ് ഇടുന്നത് പോലെയും കപ്പലിൻ്റെ ചുക്കാൻ പിടിച്ച് നിയന്ത്രിക്കുന്നത് പോലെയും ഒരു ചെറിയ അവയവമായിരിക്കുന്ന നാവിനെ, നമ്മുടെ ശരീരത്തിൽ ദൈവം നട്ടിരിക്കുന്ന ഒരു ചെറിയ അവയവമായിരിക്കുന്ന നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ സകല അവസ്ഥകൾ നിയന്ത്രിച്ചെടുത്തുവാൻ നമുക്ക് കഴിയും. ഈ കുതിരയെ ചെറിയ ഉപകരണം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്, കപ്പലിനെ ഒരു ചെറിയ വസ്തു കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ നിയന്ത്രണം നാം തന്നെ ഏറ്റെടുക്കേണ്ട ആവശ്യമാണ്. നമ്മിൽ നൽകിയിരിക്കുന്ന ഈ ചെറിയ അവയവത്തെ നാം ഓരോരുത്തരും നിയന്ത്രിക്കേണ്ട വളരെ ആവശ്യമാണ് എന്ന് പറയാം. ഇനിയും അടുത്ത ഉദാഹരണം യാക്കോബ് പറയുന്നത്, കുറഞ്ഞ തീയ് വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. മൂന്നാമത്തെ ഉദാഹരണം പറയാണ്, കുറഞ്ഞ തീയ് വലിയ തീയ് കത്തിക്കുന്നു, കാട് കത്തിക്കുന്നു, നാവ് ഒരു തീ തന്നെ എന്ന് പറയാം. ഇവിടെ മനുഷ്യന്റെ നാവിനെ ഒരു തീയോട് ഉപമിച്ചിരിക്കും. എല്ലാ ചരിത്രകാരന്മാരും പറയുന്നത്, എല്ലാ സംസ്കാരവും ആരംഭിച്ചത് തീയിൽ നിന്നാണ് പറയും. തീ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ചിന്തിച്ചേ. നമ്മുടെ വീട്ടിൽ തീയില്ല, ഒരാഹാരം നമുക്ക്
ഉണ്ടാവത്തില്ല. അപ്പോൾ സംസ്കാരം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. തീ കണ്ടുപിടിച്ചു, അവിടെ നിന്ന് മനുഷ്യൻ്റെ വിധികളായിരിക്കും സംസ്കാരം ആരംഭിച്ചു. ആദ്യ മനുഷ്യരൊക്കെ ആഹാരം ഉണ്ടാക്കിയത്, ഈ ഇറച്ചിയൊക്കെ ഉണ്ടാക്കിയത് അവർ തീക്കനൽ വെച്ച് ചുട്ടു തിന്നുകയായിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ ആരംഭം എന്ന് പറയും. ഇന്നത്തെ ആ ഒരു നിലപാടിനെ നാം വിളിക്കുന്ന പേരാണ് ബാർബിക്യൂ എന്ന് പറയും. അന്ന് ബാർബിക്യൂ ഇല്ല, അന്ന് ആർക്കും ബാർബിക്യൂ അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് നാം അതിനെ വിളിക്കുന്ന എന്ത് പേരാണ്? ബാർബിക്യൂ. കാരണം നമ്മൾ ഒത്തിരി വളർന്നു, പുതിയ വാക്കുകൾ കണ്ടുപിടിച്ചു. പക്ഷെ അവർ ചെയ്തു തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീയിൽ നിന്നും ഒരു പുതിയ സംസ്കാരം ആരംഭിക്കുകയാണ്. പക്ഷെ ഈ തീ എന്താണ്? അപകടം നിറഞ്ഞതും അനുഗ്രഹവുമാണ്, അതേസമയം അപകടം നിറഞ്ഞതുമാണ് തീ എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമാണെങ്കിൽ അത് അനുഗ്രഹമാണ്. നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ നിയന്ത്രണത്തിനകത്ത് തീ നിൽക്കുന്നുവെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമാണ്. എന്നാൽ നിയന്ത്രണാതീതമായി തീരുന്നുവെങ്കിൽ അതെന്തായിത്തീരും? അപകടവും ആയിത്തീരും. അനുഗ്രഹമാണ്, അപ്പോൾ തന്നെ അത് അപകടവുമായി തീരുകയാണ്. ചരിത്രത്തിലെ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു 1871 നടന്നായിരിക്കുന്ന ഗ്രേറ്റ് ഷിക്കാഗോ ഫയർ. അത് 1871 സംഭവിച്ചത്. അത് ചരിത്രം എന്ന് പറയുമ്പോൾ ഒല്ലിയറി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പശുത്തൊട്ടിലിൽ നടന്ന ഒരു ചെറിയ ഉണ്ടായ തീയാണ് ഈ ദുരിതത്തിൽ കലാശിച്ചത്. പശുത്തൊട്ടിലിൽ അവൾ ചെല്ലുമ്പോൾ ഒരു വിളക്കുണ്ടായിരുന്നു. ആ വിളക്കിൽ അവൾ വളർത്തിയ ഒരു പശു കാല് തട്ടി വിളക്ക് തെറിച്ചുപോയി, തീ പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന എഴുത്തിലിന് തീ പിടിച്ചു, വിറക് വരയ്ക്ക് തീ പിടിച്ചു. ആ തീ മൊത്തത്തിൽ വ്യാപിച്ചു. ആ ഘട്ടത്തിൽ 1871 അന്ന് ആരംഭിച്ചായിരിക്കുന്ന ഗ്രേറ്റ് ഫയർ നിമിത്തം 300 പേരെ കൊല്ലപ്പെടുകയായിത്തീർന്നു. 9 കിലോമീറ്റർ ദൂരത്തിൽ തീ വ്യാപിച്ചു. 17,500 കെട്ടിടങ്ങൾ കത്തി നശിച്ചു. $5.4 മില്യൺ നഷ്ടമുണ്ടായി. ചെറിയ പശു കാലുകൊണ്ട് തട്ടിയത്, ചെറിയ തീ, ഒരു ചെറിയ സ്പാർക്ക് വലിയ നാശത്തിലോട്ട് കലാശിച്ചു. പ്രിയപ്പെട്ടവരെ, യാക്കോബ് പറയുന്നത് നമ്മുടെ നാവ് എങ്ങനെ തുല്യമാണ്? ഒരു തീക്ക് തുല്യമാണ്. സൂക്ഷിക്കുന്നില്ല എങ്കിൽ അത് വലിയ ദുരന്തമാണ് വരുത്തുന്നത് എന്ന് പറയുക. അപ്പോൾ നാവും ഇതുപോലെ യാക്കോബ് പറയുന്നത് ഒരു വിളക്ക് പോലെയാണ്. നാം കത്തിക്കുന്ന വിളക്ക് പോലെയാണ്. ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വലിയ നാശത്തിലോട്ട് കലാശിക്കും. ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഈ വെളിച്ചം നമുക്ക് അനുഗ്രഹമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധ വളരെ ആവശ്യമായിരിക്കുന്നു. ഇത് വ്യക്തി ജീവിതത്തെയും മറ്റുള്ളവരെയും വളരെയധികം ദോഷം ചെയ്യുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വായിക്കുന്ന വാക്കുകൾ, അത് കർത്താവ് പറഞ്ഞെങ്ങനെയാണ്? അത് ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തിയായി. അങ്ങനെ ആകുന്നില്ല എങ്കിൽ സമാധാനം നഷ്ടമാകുന്നു, കുടുംബം നശിക്കുന്നു, സഭ നശിക്കുവാടെയായിത്തീരുന്നു, സമൂഹം നശിക്കുവാടെയായിത്തീരുന്നു. ലോകത്തിലെ എല്ലാ പ്രശ്നത്തിൻ്റെ പുറകിൽ മനുഷ്യനിൽ ഉണ്ടായിരിക്കുന്ന വാക്കുകളാണ് എന്ന് കാണാൻ കഴിയുകയാണ്. അപ്പോൾ ഇവിടെ 1:19 വായിക്കുണ്ടായി. 1 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ ചിന്തിക്കുണ്ടായി, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവർ ആയിരിക്കും. അപ്പം നമ്മെക്കുറിച്ച് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? കേൾക്കുവാൻ വേഗതയുള്ളവരും പറയുവാൻ താമസം. അപ്പോൾ ബി അറ്റൻറ്റീവ്, പറയുന്നത് നന്നായിട്ട് കേൾക്കുക, പക്ഷെ പറയുവാൻ താമസം ഉള്ളവരായിരിക്കും. ചില ആൾക്കാർക്ക് വർത്തമാനം പറയുമ്പോൾ കേൾക്കാൻ പറ്റത്തില്ല. അവരിങ്ങനെ വാണ്ടറിങ്ങാണ്, ഇങ്ങനെ ലോകത്തിൽ കറങ്ങിക്കൊണ്ട് നടക്കുക. അവസാനം ചോദിക്കുക എന്താ പറഞ്ഞാൽ ചോദിക്കും. അത്രയും സമയം എടുത്ത് പറഞ്ഞിട്ടും കേട്ടില്ല. അവസാനം ചോദിക്കുക എന്താ പറഞ്ഞു. കാരണം എവിടെ ശ്രദ്ധ പ്രസ്ഥാനത്തിനകത്തില്ല. അപ്പോൾ യാക്കോബ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കുവാൻ വേഗതയുള്ളവരും പറവാനായിട്ട് താമസം. നമ്മളിൽ നിന്നും വരുന്ന വാക്കുകൾ വളരെ ചിന്തിച്ച്, അതാണ് താമസം പറയുമ്പോൾ ചിന്തിച്ച് മാത്രം പറയുക എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ക്വിക്ക് ടു ഹിയർ ആൻഡ് സ്ലോ ടു ആങ്കർ. കേൾക്കുവാനായിട്ട് വേഗതയും പറയുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായി പറയുകയും ചെയ്യുവിൻ എന്നാണ്. 7-8 വാക്യത്തിൽ കിടന്നുമ്പോൾ
ഈ 2 വാക്യങ്ങളിൽ യാക്കോബ് പറയുന്നു, മനുഷ്യർക്ക് ഇതിനെ മെരിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്തിനൊക്കെയാണ്? മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു, ഇവയെല്ലാം മനുഷ്യർ മെരുക്കുവാനായിട്ട് പറ്റും. നമ്മൾ സർക്കസ് കൂടാരം ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ട്. അതിനെല്ലാം മനുഷ്യൻ മെരുക്കുന്നുണ്ട്. പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതിനെല്ലാം മനുഷ്യൻ മെരുക്കുവാൻ പറ്റുന്നുണ്ട്. അവയെല്ലാം അനുസരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങൾ നമ്മെ അനുസരിക്കുന്നുണ്ട്. അതിനെല്ലാം നമുക്ക് മെരുക്കുവാനായിട്ടും അത് അനുസരിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മെ അനുസരിക്കാത്തൊരു ഉപകരണമാണ്, അല്ലെങ്കിൽ അവയവമാണ് നാവ് എന്ന് പറയും. ഇതിനെല്ലാം മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ഈ മൃഗങ്ങളെയും ജാതികളെല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ മനുഷ്യനോ നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് പറ്റുന്നില്ല. നോഹയുടെ പെട്ടത്തിനകത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു, ഇല്ലേ? ഇതെല്ലാം ഉണ്ടായിരുന്നു. അവരെ അടിപിടി ഉണ്ടാക്കി അവിടെ കിടന്നു. അവർ പ്രശ്നം ഉണ്ടാക്കിയോ? ഏതെങ്കിലും മൃഗങ്ങളും പ്രശ്നം ഉണ്ടാക്കിയതായിട്ടോ പുറത്തു വിട്ടതായിട്ടോ ഒന്നും കാണുന്നില്ല. ഇതിനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മെരുക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് പറ്റുന്ന പരാജയം പറയുന്നത്, നമുക്ക് പലപ്പോഴും മെരുക്കുവാനായിട്ട് നമ്മുടെ നാവിനെ മെരുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ പരാജയമാണ്. സംഗീതത്തിൽ 141 എൻ്റെ 3 വായിക്കുന്നുണ്ട്, യഹോവേ എൻ്റെ വാക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണം. എൻ്റെ വാക്കിന് നീ ഒരു കാവൽ നിർത്തിയിട്ട് എൻ്റെ അധരദ്വാരത്തെ നീ കാക്കണം. സംഗീതക്കാരൻ ഓർപ്പിക്കുകയാണ്, നാം എല്ലാവരും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒക്കെ നിർമ്മിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും വിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ആത്മാവിൻ്റെ നിറവുണ്ട്, നമുക്ക് വചനം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അപ്പോഴും നാം തെറ്റിപ്പോകും. നാം എല്ലാവരും തെറ്റിപ്പോകുന്നു എന്ന് യാക്കോബ് പറയാം. നമുക്കെല്ലാം നൽകിയിട്ടുണ്ട്, നമ്മൾ ആത്മീയമായിട്ട് ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ യാക്കോബ് പറയുന്നു, നാം പലതിലും തെറ്റിപ്പോകുന്നു. 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നാവ് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അടങ്ങാത്ത ദോഷമാണ് മരണകരമായ വിഷം. ഒരു വിഷപ്പാമ്പിനെക്കാട്ടിലും വിഷമാണ് നമ്മുടെ നാവിൽ നിന്നും വരുന്നായിരിക്കുന്ന ദോഷം ചെന്നായിരിക്കുന്ന വാക്കുകളെന്ന് യാക്കോബ് അതിനെ ആലങ്കാരികമായി പറയുക. ആ ദോഷം ചെയ്യുന്നതാണ്, വിഷം ചുറ്റുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിൽ നിന്നൊക്കെയാണ് വരുന്നത്. നാം മറ്റുള്ളവരെ പണിയുന്നവരായിരിക്കണം. അനേകരുടെയും വാക്കുകൾ ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നു. പലരുടെ വാക്കുകൾ വ്യക്തികളെ നശിപ്പിക്കുന്നു, വ്യക്തിരീതി നടത്തുന്നു. വളരെ ദോഷകരമായ വാക്കുകൾ ആണ് പലരുടെയും വായിൽ നിന്ന് വരുന്നത്. എന്നാൽ ദൈവമക്കളായിരിക്കും നാം വളരെ ശ്രദ്ധാലുക്കളായി അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുള്ള വാക്കുകൾ മാത്രമേ പാടുള്ളൂ എന്ന് പറയുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു വാക്ക് പോലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. പറഞ്ഞു പോയിട്ട് ഒരിക്കലും മടങ്ങി വരികയില്ല. പക്ഷെ മറ്റുള്ളവർ ക്ഷമിച്ചേക്കാം, പക്ഷെ അവരെ മറക്കാൻ പറ്റുകയില്ല. ക്ഷമിക്കും, പക്ഷേ മനസ്സിലതെപ്പോഴും കാണും. ഒരിക്കലൊരു സഹോദരി ഒരു സഭയുടെ ശുശ്രൂഷകനെതിരായിട്ട് വളരെ മോശമായി സംസാരിച്ചു. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചിന്തിക്കുകയാണ്. വളരെ മോശമായി സംസാരിച്ചു. അദ്ദേഹത്തിന് വളരെ ദുഃഖമായി തീർന്നു, പ്രയാസമായി തീർന്നു. ആ നാട് മുഴുവൻ അദ്ദേഹത്തിനെ പറ്റി മോശമായി സംസാരിച്ചു. എന്നാൽ പിന്നത്തെ ഇവൾക്ക് കുറ്റബോധം ഉണ്ടായി, ദുഃഖിതയായി തീർന്നു. അവൾക്ക് സ്വസ്ഥത കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. ഒടുവിൽ ഇവൾ മടങ്ങിച്ചെന്നിട്ട് ആ ദേവദാസനോട് ക്ഷമ പറഞ്ഞു. ഞാൻ അങ്ങയെപ്പറ്റി വളരെ മോശമായി സംസാരിച്ചു, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഉടനെ ആ ദേവദാസൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ ചെന്നിട്ട് ഒരു കറുത്ത കോഴിയെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവൾ വിചാരിച്ചു കറുത്ത കോഴിയെ കൊന്ന് കറിയൊക്കെ ഉണ്ടാക്കി ഒന്നിച്ചിട്ട് ഭക്ഷിക്കാനായിരിക്കുമെന്നാണ് ചിന്തിച്ചത്. പക്ഷെ അവൾ പോയി സന്തോഷത്തോടെ കറുത്ത കോഴിയെ കൊണ്ടുവന്നു, ഈ ദേവദാസന് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നീ വീടിൻ്റെ മൂളെ കയറിയിട്ട് ഈ കോഴിയുടെ ഓരോ രോമവും പറിച്ചെടുക്കാൻ പറഞ്ഞു. അവൾ ഓരോ രോമവും പറിച്ചെടുത്തു, ഒരു കുട്ടയ്ക്കകത്താക്കി. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നീ ഇതെല്ലാം പറപ്പിച്ചളയാൻ പറഞ്ഞു. ഈ രോമങ്ങളെല്ലാം പറന്ന് കാറ്റടിച്ച് ഇങ്ങനെ പോയി. അവളിങ്ങനെ സന്തോഷിച്ച് നിൽക്കുക. ഉടനെ പാസ്റ്റർ പറഞ്ഞു, ഈ ദേവദാസൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ചെന്നിട്ട് ഈ പറന്ന് പോയ രോമങ്ങളെല്ലാം നീ പറക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു.
ഉടനെ അവൾ പറഞ്ഞു, ഇത് വളരെ വിഷമമാണ്, കാറ്റടിച്ചുകൊണ്ടുപോയി, വിഷമമാണെന്ന് പറഞ്ഞു. ഉടനെ ദൈവദാസൻ പറഞ്ഞു, ഇതുപോലെയാണ് നീ എന്നെക്കുറിച്ച് പറഞ്ഞു. അത് പറന്നുപോയി, കാറ്റ് പറന്നുപോയി, വളരെ ദോഷം ചെയ്തു, ഒരിക്കലും തിരിച്ചെടുക്കുവാനായിട്ട് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊരു വലിയൊരു എന്താ പറയുക, ഒരു സന്ദേശമാണ് നൽകുന്നത്. നാം പറയുന്ന, മറ്റുള്ളവരെ പറ്റി പറയുന്ന വാക്കുകൾ അത് അന്തരീക്ഷത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു, തിരികെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ നാം വളരെയധികം ശ്രദ്ധാലുക്കളായി ഓരോ നിമിഷവും നാം ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഇവിടെ കാണുവാൻ കഴിയുകയാണ്. അതിൻ്റെ അടുത്ത വാക്കുകളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 30 മുതൽ 12 ഭാഗത്ത്, ഈ ഭാഗത്ത് യാക്കോബ് ചില യോജിപ്പില്ലാത്ത, ഒന്നിനോടൊന്ന് ചേർച്ചയില്ലാത്ത ചില കാര്യങ്ങളെപ്പറ്റി യാക്കോബ് പറയുക, ചേർന്ന് പോകുന്നില്ല. 5 കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് യാക്കോബിയുടെ പരസ്പരം ചേരാത്ത കാര്യം പറയുകയാണ്. ഒന്നാമതായിട്ട്, കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവസാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ ശപിക്കുന്നു. എന്നോട് പറയാം, കർത്താവും പിതാവുമായവനെ നിങ്ങൾ സ്തുതിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ ദൈവസാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ ശപിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു, അതേ സമയത്ത് തന്നെ മനുഷ്യരെ ശപിക്കുകയും ചെയ്യും. നിങ്ങളുടെ കർത്താവും ദൈവമായവനെ നിങ്ങൾ സ്തുതിക്കുന്നു, അതേ സമയത്ത് തന്നെ നിന്നെപ്പോലെ തന്നെ ദൈവീയ സ്വരൂപത്തിലും സാദൃശ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ കൂട്ട സഹോദരങ്ങളെ നീ ശപിക്കുകയും ചെയ്യും. ഇപ്പോൾ സ്തുതിയുടെ വാക്കുകളും ശാപത്തിൻ്റെ വാക്കുകളും ഒരേ സമയത്ത് ഇതിൻ്റെ വായിൽ നിന്ന് വരും. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഒരേ വായിൽ നിന്ന് സ്തുതിയും ശാപവും വരികയാണ്. ഒരു യഹൂദൻ ഒരു ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കും. ആ 3 പ്രാവശ്യത്തിൻ്റെ പ്രാർത്ഥനയിലും അവൻ പറയുന്നത്, ബ്ലെസ്സഡ് ബി ദൈ ഓ ഗോഡ്, യഹോവേ അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് വിളിച്ചു പറയുന്നത്. അതേ വായിൽ നിന്ന് തന്നെ ശാപത്തിൻ്റെ വാക്കുകളും പുറപ്പെടും. ഇതെങ്ങനെയാണെന്ന് നടക്കുക? സഭയിൽ വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ട് പുറത്ത് ചെല്ലുമ്പോൾ ശാപത്തിൻ്റെ ആയിരിക്കുന്ന വാക്കുകൾ പറയും. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നാണ് യാക്കോബ്. ഇതെങ്ങനെ നടക്കുന്നു? അതൊരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല സഹോദരന്മാരെ, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് യാക്കോബ് പറയുകയാണ്. ഒന്നാമതായിട്ട് പറയുകയാണ്, എഫെസ്യർ 4 അധ്യായത്തിൻ്റെ 29 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരും. ആത്മീയവർദ്ധനവിന് കാരണമാകാത്ത ഒരു വാക്ക് പോലും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരാനായിട്ട് പാടില്ല. ഇപ്പം നമ്മുടെ കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമാകുന്ന വാക്കുകൾ മാത്രമേ പുറപ്പെടാവൂ എന്ന് യാക്കോബ് പറയുകയാണ്. രണ്ടാമത്തെ കടന്നു വരുമ്പോൾ വേറൊരു ഉദാഹരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ട് വരുമോ? ഒരു ചോദ്യമാണ്. ഉറവയിൽ നിന്ന് അഥവാ ഉറവ പുറപ്പെട്ടു വരുന്ന ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ട് വരുമോ? ഒരു ചോദ്യമാണ്. വരുമോ? ഇല്ല. ഇല്ല എന്നർത്ഥം. ഒരിക്കലും സാധിക്കത്തില്ല, അങ്ങനെ ഉണ്ടാവത്തില്ല. പ്രകൃതിയുടെ നിയമത്തെ അനുസരിച്ച് മാത്രമേ, ദൈവം പ്രകൃതിയുടെ നിയമം വെച്ചിട്ടുണ്ട്, ആ പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് മാത്രമേ പ്രകൃതി പോവുകയുള്ളൂ. പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്. എന്നാൽ യാക്കോബ് ചോദിക്കുകയാണ്, ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? ഒരിക്കലും വരികയില്ല. ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടറും ഒരിക്കലും ഒരേ സ്ഥലത്തുനിന്ന് വരികയില്ല. നല്ല വെള്ളവും ഉപ്പ് വെള്ളവും ഒരിക്കലും ഇടത്തുനിന്ന് വരുവാനായിട്ട് പറ്റുകയില്ല. ഇപ്പോൾ പ്രകൃതിയിൽ അങ്ങനെ പ്രതിഭാസമില്ല. അങ്ങനെ ഉള്ളപ്പോൾ ദൈവം വച്ചിരിക്കുന്ന പ്രകൃതിയിൽ അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളിൽ നിന്നും അതേ നിലവാരത്തിൽ കയ്പുള്ള വെള്ളവും ഉപ്പ് വെള്ളവും നല്ല വെള്ളവും ഒരിക്കലും പുറപ്പെട്ടു വരാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. മൂന്നാമതായിട്ട് പറയുന്നത്, അത്തിവൃക്ഷത്തിൽ ഒലിവ് ഫലം കായ്ക്കുമോ? അത്തിവൃക്ഷത്തിൽ ഒലിവ് ഫലം കായ്ക്കുമോ?
കായ്ക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ഒരിക്കലും ഉണ്ടാകാനായിട്ട് സാധ്യമല്ല. നാലാമതായിട്ട് മുന്തിരിവള്ളിയിൽ അത്തിപ്പഴം കായ്ക്കും, അതും ഒരിക്കലും സാധിക്കത്തില്ല. അഞ്ചാമതായിട്ട് ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുമോ? ഫ്രഷ് വാട്ടർ. ഉറവയിൽ നിന്ന് ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുമോ? ഉപ്പ് ഉള്ള സ്ഥലങ്ങളുണ്ട്, ഉപ്പുവെള്ളം പുറപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് മധുരവെള്ളം ഒരിക്കലും ഉണ്ടാകാനായിട്ട് സാധ്യമല്ല. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് യാക്കോബ് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ കാണുന്ന വൈരുദ്ധ്യമായ കാര്യമൊന്നും നടക്കുന്നില്ല. ദൈവം വച്ചിരിക്കുന്ന പ്രകൃതിയുടെ നിയമത്തിന് വൈരുദ്ധ്യമായിട്ട് പ്രപഞ്ചം ഒരിക്കലും സഞ്ചരിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന, വീണ്ടെടുജനം പ്രാപിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തി പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയാണ്. എന്നാൽ ദൈവം പ്രപഞ്ചത്തിൽ ഒരു നിയമം വച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രവൃത്തി അഞ്ചാരിക്കുന്ന നിലവാരത്തിൽ പോകുമ്പോൾ മനുഷ്യൻ അതിൻ്റെ പ്രപഞ്ചത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിലെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം എന്താണ്? ബഹുഭൂരിപക്ഷം വരുന്ന പ്രശ്നത്തിൻ്റെയും കാരണം എന്താണ്? മനുഷ്യൻ്റെ നാവാണ്. ബന്ധങ്ങളെല്ലാം താർന്നു പോകുന്നത് നാവാണ്. ബന്ധങ്ങളെ നന്നാക്കുന്നത് നാവാണ്. ഇത് നശിപ്പിക്കുകയും നന്നാക്കുകയും ചെയ്യുന്നൊരു അവയവമാണ്. നമ്മുടെ ശരീരത്തിലെ ചെറിയൊരു അവയവമാണെങ്കിലും വലിയ പ്രശ്നമാണ് ഈ നാവ് സൃഷ്ടിക്കുന്നതെന്ന് യാക്കോബ് ഓർപ്പിക്കുകയാണ്. ഇറ്റ് ക്യാൻ ബിൽഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബ്രേക്ക്. ഒരാളെ പണിയുവാനും പറ്റും, ഒരാളെ താർത്ത് കളവാനും. ഇന്ന് രാത്രി നമുക്ക് സൂക്ഷ്മമായിട്ട് നമ്മോട് ചോദിക്കാം, കഴിഞ്ഞ കാലങ്ങളിലെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് മുറിവേക്കുന്ന ഏതെങ്കിലും വാക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ശോധന ചെയ്യാം. ഈ ക്ലാസ് എടുക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും മുറിവേക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞുപോയി. എന്നാൽ മുമ്പോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, കേൾക്കുവാൻ വേഗതയുള്ളവരും പറയുവാൻ താമസമുള്ളവരായിരിക്കുക എന്ന് വെച്ചാൽ വളരെ ചിന്തിച്ചാലോചിച്ച് അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിത്തീരും, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിത്തീരും, നാളത്തെ അനുഭവങ്ങൾ എന്തൊക്കെയായിത്തീരും എന്ന് മുൻപ് കണ്ടുകൊണ്ട് പറയേണ്ടത് മാത്രം പറയുക. വളരെ ചുരുക്കം വാക്കുകൾ മാത്രം പറഞ്ഞ് നമുക്ക് വളരെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ കഴിയും. ലോകത്തിലെ ഭൂരിഭാഗം പണ്ഡിതന്മാരും സംസാരിക്കാത്തവരാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അധികം സംസാരിക്കുന്നില്ല, വളരെ ചുരുക്കമേ സംസാരിക്കും. പക്ഷെ പറയുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. പക്ഷെ അവരും അധികം ടോക്കറ്റീവ് അല്ല, വളരെ ചുരുക്കമേ സംസാരിക്കാറ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പണിയേണ്ട വളരെ ആവശ്യമാണ്. നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. നമ്മൾ ഏത് ദിശയിലോട്ടുമാണ് സ്റ്റിയറിങ് തിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം പോകുന്നത്. നമ്മുടെ നാവ് ഏത് നിലയിലാണ് പോകുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സകലവും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി നാം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ആ വ്യക്തി ചെയ്യേണ്ടത് വളരെ ശ്രദ്ധാലുവായിട്ട് മുമ്പിൽ കണ്ടുകൊണ്ട് അതിന് പ്രത്യാഘാതങ്ങൾ, അപകടങ്ങൾ, ഭവിഷ്യത്തിലൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് ശ്രദ്ധാലുവായി ഫുള്ളി കോൺസെൻട്രേറ്റഡായി അതിൽ മാത്രം ശ്രദ്ധിച്ച് ഓടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഏത് ദിശയിൽ കൂടിയാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം പോകുന്നത്. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു വരുന്ന ഉദാഹരണങ്ങൾ, ഒരു മനുഷ്യൻ ഒരു കുതിരയെ ചെറിയ ഒരു ഉപകരണം കൊണ്ട് അതിനെ കടിഞ്ഞാനോട്ട് നിയന്ത്രിക്കുന്ന പോലെയും ഒരു ചെറിയ വസ്തു ഉപയോഗിച്ച് കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന പോലെയും നമ്മുടെ ശരീരത്തിലെ ചെറിയ അവയവത്തിൻ്റെ ഉത്തരവാദിത്വം നാം തന്നെ ഏറ്റെടുക്കും. ആരെയും പഴിക്കാൻ പറ്റുകയില്ല, സാത്താനെ പഴിക്കാൻ പറ്റുകയില്ല. നമ്മിൽ നൽകിയിരിക്കുന്ന ഒരവയവം ദൈവം കൃപ തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, പരിജ്ഞാനം നൽകിയിട്ടുണ്ട്, കൂടാതെ പരിശുദ്ധന്മാർ നൽകിയിട്ടുണ്ട്. ഈ നിയന്ത്രണത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നാം നമ്മെ നിയന്ത്രിക്കേണ്ടിയിരിക്കും. അപ്പം നമ്മുടെ നാവുകൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ
ബാക്കിയുള്ള ജീവിത രീതികളും പോകും. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ നാം വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ അവൻ പെർഫെക്റ്റ് മാനായിരിക്കും. അവനൊക്കെ ചാക്ക് പറയുന്നത് ഹി ഓർ ഷീ വിൽ ബി പെർഫെക്റ്റ് എന്ന് വെച്ചാൽ അവൻ സകലത്തിനും പക്വത ഉള്ളവന് ആയിരിക്കും. അവൻ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നാം ചെയ്യേണ്ടത്, നാം നമ്മെ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം നാം ഏറ്റെടുക്കണം. നമ്മെ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ ആത്മജീവിതത്തെ ശ്രദ്ധിക്കുക, നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കുക, നാവിനെ ശ്രദ്ധിക്കുക. യാക്കോബ് പറഞ്ഞു വന്നത് ഉപദേഷ്ടാക്കന്മാർ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, വിശ്വാസികളും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വളരെ അപകടം നിറഞ്ഞതാണ് എന്ന് ആദ്യത്തെ 12 വാക്യങ്ങൾ പറയുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി അതിൻ്റെ ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയിലും ആ ഭാഗങ്ങളെപ്പറ്റി ചിന്തിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.